ഈ ചെടിയുണ്ടോ? സത്യത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ചെടിയാണ്. നമ്മൾ നമ്പ്യാർവട്ടം കണ്ടില്ലേ, അത് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ അവിടെയുണ്ട്, അവിടെ ചെമ്പരത്തി, തെറ്റി ഒക്കെ നിൽപ്പുണ്ട്. ഇത് മന്ദാരം കണ്ടോ? മന്ദാര ചിപ്പുണ്ട്, മാണിക്കല്ലുണ്ട്, കയ്യിൽ വാർമതി. മന്ദാരം അതിൻ്റെയാണ്. കുറേ അരികളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ദേ നമ്മുടെ വെറ്റ നിൽപ്പുണ്ട്. ഇത് ഞങ്ങളുടെ പാലച്ചെടിയായിരുന്നു, അതിൽ വെറ്റ നട്ടതാണത്. ഇപ്പം ഈ പാലച്ചെടി നിറച്ചും വെറ്റയാണ്, വെറ്റ പിടിച്ച് നിൽക്കുക. ഇവിടെ റോസയുണ്ട്, റോസ തളിരിടുന്നുണ്ട്, ഇലയൊക്കെ പൂവൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതേ അത് പോയിട്ടുണ്ട്. ഈ റോസയുടെ അരി ഉണ്ടല്ലോ, ഈ അരിയാണ് നമ്മൾ റോസ് ഹിപ്പ് ഓയിൽ എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഇതിൽ നിന്നാണ് റോസ് ഹിപ്പ് ഓയിൽ ഉണ്ടാക്കുന്നത്. അതാ ഒരു പൂ നിൽപ്പുണ്ട്, വൈറ്റ് കളറിലെ പൂവാണ്. ഇത് കണ്ട, ഇത് വേറൊരു ടൈപ്പ് ഓഫ്, ഇത് റെഡ് കളറാണ്. ഇതല്ല, ഇത് ഒരു എന്താ പറയുക, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിങ്ങനല്ല, നല്ല ഒരുപാട് ഒരു കുടം പോലെയൊക്കെ വിരിഞ്ഞിരുന്ന പൂവാണിത്. ഇത് അതിൻ്റെയൊക്കെ അത് കഴിഞ്ഞു, അതാണ് ഈ കളറ്. വിരിഞ്ഞ് വരുമ്പോൾ നല്ല ബ്ലൂ, ഈ ഒരു ബ്ലൂ ഷെയ്ഡായിരിക്കും. പിന്നെ അത് പതിയെ കളർ ചേഞ്ചായി ഒരു ഗ്രീനായി, പിന്നെ ഈ ഒരു ഷേപ്പിലോട്ട് മാറും. ഈ ഒരു കളറിലോട്ട് മാറും. അങ്ങനത്തെ കളർ ഈ ഒരു ഗ്രീൻ കളറിലോട്ട് മാറും. പിന്നെ പുൽസ് ചെടികളുണ്ട്. ഇത് ഞങ്ങളുടെ വീട് വെച്ച സമയത്ത് ഞങ്ങളുടെ മാമ കൊണ്ടുവന്നതാണ് ഈ ഒരു. അപ്പോൾ ഇതിപ്പോൾ വലുതായി, ഇത്രയായി. ഇതിൽ പൂ പിടിക്കും, പക്ഷെ ചെറിയ പൂക്കളാണ്. അരിയുണ്ട്. 2-3 തൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഇത് മാത്രമാണ് നല്ലപോലെ പിടിച്ചത്. പക്ഷെ നല്ല വേരിറങ്ങും കേട്ടോ, അത് തടി ഇരുന്നിട്ട് ഇത്രയും കാലമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീടിൻ്റെ അടുത്തായിട്ടൊന്നും ഇത് നടരുത്. പിന്നെ ഒരു തണലാണ്. ഇപ്പോൾ ഈ ഒരു മരം നിൽക്കുന്നത് കൊണ്ട് ഇവിടെ നല്ലൊരു തണലുണ്ട്. അതേസമയം ഇതില്ലായിരുന്നെങ്കിൽ ഇവിടെ നല്ല വെയിലാണ്, കാരണം ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമൊന്നും മരങ്ങളില്ല. ഈ നിൽക്കുന്നതല്ലാതെ വേറെ ഒന്നുമില്ല, നല്ല ചൂടുമുണ്ട്. അപ്പം ഇത് നല്ലൊരു തണൽ മരം കൂടി.